അതിൻ്റെ 4-ാം അധ്യായം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4, 4-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിചാരപ്പെടരുത്. വേണ്ടത്. സ്തോത്രം. Amen. Do not be anxious about anything, but in everything by prayer and supplication with thanksgiving let your requests be made known to God. And the peace of God, which surpasses all understanding, will guard your hearts and your mind in Christ Jesus. Praise the Lord. ഒരു വാക്യം കൂടെ വായിക്കാം. പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 5 and 6. പ്രോവർബ്സ് സദൃശവാക്യങ്ങൾ ചാപ്റ്റർ 3 5ഉം 6ഉം വാക്യങ്ങൾ. ഊന്നരുത്. Amen. Praise the Lord. When we are reading in English, 1-ന്റെ 5ഉം 6ഉം. Yes. Understanding. Praise the Lord. Hallelujah. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 5ഉം 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണല്ലോ. പലപ്പോഴും ഞാനിവിടെ ശുശ്രൂഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഈ വാക്യമെടുക്കാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആൻസൈറ്റിയാണ്, ആൻഷ്യസ് ആണ്. അപ്പം ആൻസൈറ്റി ഒരു രോഗമായിട്ടാണ് അമേരിക്ക ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് when we have anxiety, doctors even prescribing the medicine, ഇല്ലേ, ആൻസൈറ്റി മെഡിസിൻ. അപ്പം ഈ ആൻഷ്യസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവദാസൻ വളരെ ശക്തമായിട്ട് ഫിലിപ്പിയിലുള്ള ജനത്തോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. സ്തോത്രം. അപ്പം നമ്മൾ വിചാരപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് ജോലിയെക്കുറിച്ചുള്ള ഒരു വിചാരം, എൻ്റെ മാനേജർ എന്തോ വിചാരിക്കും, മൈ മാനേജർ വാട്ട് ഈസ് ഗോയിങ് ടു തിങ്ക്, മൈ സൂപ്പർവൈസർ വാട്ട് ഈസ് ഗോയിങ് ടു തിങ്ക്, ഫിനാൻസിനെ കുറിച്ചുള്ള വിചാരം, എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസൊക്കെ എങ്ങനാകും, എനിക്ക് എൻ്റെ സേവിങ് എനിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനഫ് പൈസയില്ല, ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിചാരം, എൻ്റെ കുഞ്ഞുങ്ങൾ എന്തോ ആകും, അവരുടെ ഭാവി എന്ന്, ഇങ്ങനെ നമ്മൾ വിചാരപ്പെടാനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെയും നമ്മളിങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തമായിട്ട്, ക്ലിയറായിട്ട്, ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിങ്, ഡു നോട്ട് ബി ആൻഷ്യസ്, ഹല്ലേലൂയ, അബൌട്ട് എനിത്തിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ്, but in everything by prayer and supplication with a thanksgiving let your requests be made known to God. Praise the Lord. Hallelujah. ഹല്ലേലൂയ. ഈ ആൻസൈറ്റി വരുമ്പോൾ, ആൻഷ്യസ് ആയിട്ട് വരുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ വേണ്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് ഒരു സപ്ലിക്കേഷൻ പ്രാർത്ഥനയാണ് ദൈവമക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും സപ്ലിക്കേഷനാണ്, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മൾ ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
വലിയവനാകുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി കരേറ്റുവാൻ നമ്മൾ മറക്കരുത്. When we are praying, hallelujah, submit ourselves, humble down ourselves and give him all the praises and honor to the Lord. Hallelujah. Our God Almighty, hallelujah, wanted to hear from you. Praise the Lord. Hallelujah. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ അവരെ ഹല്ലേലൂയ തീയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരെ മരണത്തിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള സമർപ്പണം നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. Hallelujah. You know, in this particular word, there is one more thing you can see, that when we are giving thanksgiving, let your request be made known to God. Verse 7 says, and the peace of God which surpasses, praise the Lord, അതായത് ദൈവിക സമാധാനം, പീസ് ഓഫ് ഗാഡ്. നമ്മൾ ആൻഷ്യസ് ആയിട്ടിരിക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സമാധാനം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ സമാധാനമില്ലാതെ, ഹല്ലേലൂയ, ലോകരാഷ്ട്രങ്ങൾ സമാധാനമില്ലാതെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം, പീസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ മേൽ തരണമേ. പ്രൈസ് ദി ലോർഡ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമ്മുടെ ഓരോ വിഷയത്തിലും ദൈവം സമാധാനം തരും. Hallelujah. Today, Holy Spirit wanted to talk to you. Praise the Lord. Do not be anxious. Praise the Lord. Submit yourself with pray, hallelujah, everything at the presence of God and supplication. Hallelujah. God is going to give you peace. Hallelujah. Whether, hallelujah, I get the visa or not, whether I get the job or not, whether I get the healing or not, hallelujah, whether I get the, hallelujah, 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 blessing or not, praise the Lord. Whatever, God, hallelujah, I am supplicating everything what my desire of my heart, but your will should be done. Hallelujah. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടം നിറവേറണമേ, നിന്റെ ഹിതം നിറവേറണമേ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക സമാധാനം നമ്മുടെ മേൽ വരുമ്പോൾ, നമ്മുടെ ജോലിയിൽ വരുമ്പോൾ, നമ്മുടെ ജീവിത പന്ഥാവിൽ വരുമ്പോൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ആ ദൈവിക സമാധാനം വരുമ്പോൾ, ഹല്ലേലൂയ, that is the perfect thing what we can experience in our life. Hallelujah. അത് ഏറ്റവും വലിയൊരു, ഹല്ലേലൂയ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം ആണ് എനിക്ക് സ്പെസിഫൈ ചെയ്യുവാനുള്ളത്, ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഹല്ലേലൂയ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ആൻഷ്യസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്ക് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ പറയുന്നേ? ഹല്ലേലൂയ. ഗാർഡ് യുവർ ഹാർട്ട്, ഹല്ലേലൂയ, ആൻഡ് മൈൻഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, നമ്മൾ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ സൂക്ഷിക്കണം, ദൈവിക സമാധാനത്തിൽ നിലനിർത്തണം, പ്രാർത്ഥനയിൽ നിലനിർത്തണം, ഹല്ലേലൂയ, ആരാധനയിൽ നിലനിർത്തണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ, ഹല്ലേലൂയ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാനും കഴിയും. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, ആരാണ്? യഹോവയാകുന്ന ദൈവം യഹോവ ജൈറയാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നമ്മുടെ മടിയിൽ തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം, ഹല്ലേലൂയ, യഹോവ റാഫയാണ്. ഹല്ലേലൂയ. എൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ദൈവം സൗഖ്യദായകനാണ്. Our God is giving, hallelujah, providing every needs according to his, hallelujah, hallelujah, prosperity and the blessing. At the same time, our God is
Jehovah Rapha. If you are feeling any sickness, any aches, any kind of pain, anything going on, praise the Lord. Our God is Jehovah Rapha. He is the healer. Hallelujah. ദൈവം വിടുവിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം വലിയ രോഗങ്ങൾ, ചെറിയ രോഗങ്ങൾ, ഹല്ലേലൂയ, കഷ്ടപ്പാടുകൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ഓരോന്നോരോ നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ജീവിതത്തോടും ജീവനോടും ഒക്കെ പോരാടുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ യഹോവ റാഫയെ, ഹല്ലേലൂയ യഹോവ ജൈറയെ നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, our God is a Jehovah Nissi. Praise the Lord. Hallelujah. What does that mean? Our God is a victorious one. Hallelujah. Hallelujah. എന്നെ ഹല്ലേലൂയ തോൽപ്പിക്കുവാൻ, ഹല്ലേലൂയ എൻ്റെ ഹല്ലേലൂയ ജീവിതത്തെ തോൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ ശുശ്രൂഷയെ തോൽപ്പിക്കുവാൻ, ഹല്ലേലൂയ അല്ലേ നമ്മുടെ ഹല്ലേലൂയ വരുമാനത്തെ, നമ്മുടെ ഹല്ലേലൂയ ആത്മീക നന്മയെ, നമ്മുടെ ഭൗമിക നന്മയെ, നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ ഫെയിലാക്കുവാൻ ഹല്ലേലൂയ ശത്രുവായൻ വളരെ ശ്രമിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളുടെ കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. Our God is a victorious God. Hallelujah. ദൈവം ഹല്ലേലൂയ ജയിച്ചവനാണ്. കാൽവറി ക്രൂശിൽ ഹല്ലേലൂയ ശത്രുവിന്റെ തലയെ തകർത്തവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിനെയും പകനെയും മിണ്ടാതാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താനെ ഓടിക്കുന്ന ദൈവം. ഹല്ലേലൂയ. രോഗത്തെ ശാസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എൻ്റെയും നിന്റെ ജീവിതത്തിലെ ക്രിപ്പിൾനെസ്സിനെ മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവ്യമായ സമാധാനം നമ്മുടെ മേൽ പകരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പിശാചിന് നമ്മൾ ഇടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് പേര് ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നൽകി തരാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലെ നമ്മൾ സാക്ഷ്യത്തിലൂടെയൊക്കെ കേട്ടല്ലോ. ഹല്ലേലൂയ. യാതൊരു വിധത്തിലും ഉള്ള ഹോപ്പൊന്നുമില്ലാതെ വിശ്വാസത്തോടുകൂടെ കയറി ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്തോടുകൂടെ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടെ ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ, ഒരു ID ഇല്ല, ഒരു പ്രൂഫില്ല, ഒരു ഇൻകം ഇല്ല, ഹല്ലേലൂയ, ഒരു ഹോപ്പുമില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൽ വിശ്വസിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിശ്ചയമായും ദൈവം പ്രവർത്തിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രോവർബ്സ് 3-ന്റെ 5ഉം 6ഉം നിങ്ങൾ വായിച്ച്. പ്രോവർബ്സ് chapter 5 verse 5 and 6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, സ്വന്തമായിട്ടുള്ള വിവേകത്തിൽ, സ്വന്തമായിട്ടുള്ള താല്പര്യത്തിൽ നമ്മൾ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മാറ്റിവെക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിന് വേണ്ടി ഞാൻ ഇത് നടന്ന സംഭവമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് വലിയ അന്നും യുദ്ധങ്ങൾ നടന്നു. ജോർജ് വാഷിങ്ടൺ സമയത്തൊക്കെ ഭയങ്കര യുദ്ധങ്ങൾ നടന്നു. ഒരുവിധപ്പെട്ട എല്ലാ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാലത്തും യുദ്ധങ്ങൾ നടന്നു. ഇപ്പോഴും യുദ്ധം നടക്കുന്നു. അന്ന് വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ 2 ആൺകുഞ്ഞുങ്ങൾ യുദ്ധഭൂമിയിലാണ്, അവർ വാർഫ്രണ്ടിലാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് ആ മാതാവും പിതാവും വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മാതാവിന് പെട്ടെന്ന് അസുഖമായി വളരെ മരണത്തോട് അടുത്തു വന്നു. അപ്പോൾ പിതാവിന് വലിയ സങ്കടമായി. ഈ കുഞ്ഞുങ്ങൾ 2 പേരും വാർഫ്രണ്ടിലാണല്ലോ, ഈ കുഞ്ഞുങ്ങൾ അവിടെ വെച്ചെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഈ മാതാവിനെ ഒന്ന് കാണാൻ. അപ്പോൾ ഈ മാതാവ് ആ മരണക്കിടക്കയിലായപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പിതാവിനെ വളരെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് ഒന്ന് കാണാൻ, അവരെ ഒന്ന് കണ്ടാൽ മതി.
അപ്പം ഈ പിതാവ് പറഞ്ഞു, ഞാൻ സെനറ്റർക്ക് ഒരു ലെറ്റർ അയക്കാം, കോൺഗ്രസ്മാനെ പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കത്തയക്കാം, ഫോൺ വിളിക്കാം. ഇതെല്ലാം പുള്ളി വളരെ കാര്യമായിട്ട് ചെയ്തു. എന്നാൽ ലോങ് സ്റ്റോറി പെട്ടെന്ന് പറയട്ടെ, ഇതിലൊന്നും മറുപടി കിട്ടിയില്ല. യുദ്ധഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ അതൊരു ഇമ്പോസിബിളാണ്. സ്തോത്രം. അപ്പം ഈ മനുഷ്യൻ വിചാരിച്ചു, ഞാൻ വൈറ്റ് ഹൗസിലേക്ക് അങ്ങ് പോകാം. കാര്യം നേരെ അങ്ങ് വൈറ്റ് ഹൗസിലോട്ട് പോയി. അവിടെ ചെന്നു, അപ്പോയിൻമെൻറ്റും ഒന്നുമില്ല. അവിടെ നേരെ ചെന്ന് വൈറ്റ് ഹൗസിൽ കയറാൻ ചെന്ന് ഡോറയിൽ മൂട്ടാൻ ചെന്നപ്പോഴത്തേക്കിനും സെക്യൂരിറ്റി എല്ലാം കൂടെ ഓടി വന്നു. വാട്ട് യു ആർ ഡൂയിങ്? ഡു യു ഹാവ് എനി അപ്പോയിൻമെൻറ്റ്? അന്നേരം പുള്ളി പറഞ്ഞു, എനിക്ക് പ്രസിഡൻറ്റിനെ കാണണം, ജോർജ് വാഷിങ്ടൺ, എനിക്ക് പ്രസിഡൻറ്റിനെ കാണണം. ഞാൻ മറ്റെല്ലാവരെയും ഞാൻ ആകുന്ന ശ്രമിച്ചു, അവരിൽ നിന്നൊന്നും ഒരു മറുപടിയില്ല, എനിക്ക് പ്രസിഡൻറ്റിനെ കാണണം. അപ്പോൾ അവർ പറഞ്ഞു, നോ വേ ഓൾഡ് മാൻ, ഹല്ലേലൂയ, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ, യു ആർ നോട്ട് ഗോയിങ് ടു ബി സീയിങ് ദ പ്രസിഡൻറ്റ്. പ്രസിഡൻ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല. അവർ സെക്യൂരിറ്റി എല്ലാം കൂടെ പിടിച്ച് ഉന്തി തള്ളി അദ്ദേഹത്തെ വെളിയിൽ ഇറക്കി. ഗേറ്റിന് ഏറ്റവും ഗേറ്റിന് വെളിയിലിറക്കി അവിടെ ഒരു പാർക്ക് പോലുള്ള സ്ഥലത്ത് അദ്ദേഹം അവിടെ പോയിരുന്ന് ഭയങ്കര ശക്തമായിട്ട് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വാർ ഫ്രണ്ടിലാണ്, എൻ്റെ വൈഫാണെങ്കിൽ മരിക്കാറായിട്ട് കിടക്കുന്നു. സ്തോത്രം. ഞാൻ എവിടെ പോകും? ഞാൻ എന്തോ ചെയ്യും? എനിക്ക് എങ്ങനെ ഒരു മറുപടി കിട്ടും? അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ വളരെ പ്രായമുള്ള മനുഷ്യനാണെങ്കിലും കരയുകയാണ്. സ്തോത്രം. അദ്ദേഹം ഈ കരയുന്നത്, അപ്പോൾ അവിടെ ആ പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന കുറേ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് ഒരു ബോൾ അടിച്ചപ്പോൾ ആ ബോള് ഇദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് വന്ന് വീണു. അപ്പം ഒരു 16 വയസ്സുള്ളൊരു കുഞ്ഞ് ഓടി വന്ന് ആ ബോൾ എടുക്കാൻ നേരത്ത്, ഇത്രയും പ്രായമുള്ള, ഈസ് എ ഓൾഡ് മാൻ, ഹീ ഈസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഹീ ഈസ് ക്രൈയിങ് ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? ആൻഡ് ഹി വാസ് ക്യൂരിയസ്ലി ലുക്കിംഗ് അറ്റ് ഹിം and asking, why you are crying, man, why you crying? അന്നേരം പുള്ളി പറഞ്ഞു, go away, don't bother me. പിന്നെ രണ്ടാമതും പിന്നെയും ബോൾ അവിടോട്ട് വന്നു. അപ്പോൾ പിന്നെ ഈ കൊച്ചിന് ഓടി അവിടെ ചെന്നു, ഓ യു സ്റ്റിൽ ക്രൈയിങ്, യു ഡിഡ്ന്റ് ഗോ എനിവെയർ. അങ്ങനെ പിന്നെ ആ കൊച്ചിന് ഒരു ക്യൂരിയോസിറ്റി തോന്നി. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഡു യു വാണ്ട് ടു ടെൽ മീ വൈ യു ആർ ക്രൈയിങ് എന്നൊക്കെ ചോദിച്ചു. അന്നേരം പുള്ളി വളരെ ഹെസിറ്റൻ്റായിട്ട് ഈ 16 വയസ്സുള്ള കൊച്ചിനോട്, അല്ല ഈ കൊച്ചു പയ്യനോട് എൻ്റെ കുടുംബകാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ ഭാര്യയുടെ അസുഖങ്ങളുടെ കാര്യമൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? വളരെ ഹെസിറ്റൻ്റായിട്ട്. എന്നാൽ അദ്ദേഹത്തോട് പിന്നെയും ഈ കുഞ്ഞ് വളരെ കാര്യമായിട്ട്, പ്ലീസ് ടെൽ മീ വൈ യു ആർ ക്രൈയിങ്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു സീ the president of this country. I went to White House. They kicked me out. And my children are in the war front. And my wife is dying. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഡു യു വാണ്ട് ടു സീ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? അദ്ദേഹം പറഞ്ഞു, യെസ്, ഐ വാണ്ടഡ് ടു സീ ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഹോൾഡ് മൈ ഹാൻഡ്. അദ്ദേഹം പറഞ്ഞു, ആ കൊച്ചൻ ഈ പ്രായമുള്ള വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ കയ്യെ പിടിക്കേ. നേരെ നടന്നു. ആദ്യത്തെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അടുത്ത് വന്നപ്പം 2 സെക്യൂരിറ്റി ഗാർഡ്സും ഒരക്ഷരവും മിണ്ടിയില്ല. രണ്ടാമത്തെ സെക്യൂരിറ്റി കഴിഞ്ഞു, മൂന്നാമത്തെ സെക്യൂരിറ്റി കഴിഞ്ഞു. അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറിൽ ചെന്നു, ഫ്രണ്ട് ഡോറ് തന്നെ തുറന്നു. ഈ പ്രായമുള്ള മനുഷ്യൻ വിചാരിച്ചു, എന്തൊരു അത്ഭുതമായി നടക്കുന്നേ, ഞാനിവിടെ വന്നപ്പം എനിക്ക് കിട്ടാത്ത ഉപദ്രവങ്ങളില്ല. എന്നാൽ ഹല്ലേലൂയ, അകത്തേക്ക് കയറി. ആദ്യത്തെ ഹോൾവേ കഴിഞ്ഞു, രണ്ടാമത്തെ മുറി കഴിഞ്ഞു, നേരെ ഓവൽ ഓഫീസിൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ജനറൽസ് എല്ലാം വളരെ കൂലങ്കഷമായിട്ട് ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്. വലിയ വാറിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. ഹല്ലേലൂയ. അതൊന്നും ഈ കൊച്ചൻ വകവെച്ചില്ല. നേരെ കയറി ചെന്നു. ഹല്ലേലൂയ. ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് എന്ന് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജോർജ് വാഷിങ്ടൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ദിസ് മാൻ വാസ് ക്രൈയിങ് ഔട്ട്സൈഡ്, ഹി വാണ്ടഡ് ടു ടോക്ക് ടു യു സംതിങ്. ഹല്ലേലൂയ.
ആരെയും നോക്കിയില്ല. ജനറൽസിനെ നോക്കിയില്ല, ഹല്ലേലൂയ. മറ്റ് ഗാർഡ്സിനെ നോക്കിയില്ല, ആരെയും നോക്കിയില്ല, ഹല്ലേലൂയ. അന്നേരം ജോർജ് വാഷിങ്ടൺ തല ഉയർത്തി അദ്ദേഹത്തിൻ്റെ മകനെ നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, വാട്ട് യു വാണ്ട് ടു ടോക്ക് ടു മീ, പ്രൈസ് ദി ലോർഡ്. അന്നേരം കുഞ്ഞു പറഞ്ഞു, സ്തോത്രം, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു എനിത്തിങ് ഡാഡ്, ഹല്ലേലൂയ, ദിസ് ഗായ് വാണ്ട് ടു ടോക്ക് ടു യു, പ്രൈസ് ദി ലോർഡ്. അപ്പം പറഞ്ഞതിന് താല്പര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞവൻ, ഹല്ലേലൂയ, അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ, ഹല്ലേലൂയ, അത് സാധിക്കാതിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, പുത്രനാകുന്ന കർത്താവ്, നമുക്ക് വേണ്ടി ചോര നൽകിയ കർത്താവ്, നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ കരം പിടിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, today I want to encourage you with this story. Hallelujah, God Almighty, hallelujah, He can, hallelujah, provide whatever the desire of your heart. Hallelujah, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ഗാർഡ് യുവർ ഹാർട്ട് എന്നവിടെ നമ്മൾ വായിച്ചല്ലോ, സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചേ, 6-ാമത്തെ വാക്യം. സ്തോത്രം. എല്ലാ വഴികളിലും ദൈവത്തെ നനയ്ക്കണം, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വരണം, പ്രൈസ് ദി ലോർഡ്. നോ സ്പേസ് ഷുഡ് ഗീവ് ടു ഡെവിൾ, ഹല്ലേലൂയ. ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, പ്രൈസ് ദി ലോർഡ്. ഒരു മനോഹരമായ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാലസ്, നല്ല ഭയങ്കര മാൻഷനാണ്, ഹല്ലേലൂയ. അത് ഒരു റിയൽറ്റർ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് അത് വാങ്ങിക്കണം. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ്, ആ കെട്ടിടം അദ്ദേഹത്തിന് വാങ്ങിക്കണം. അദ്ദേഹം മാക്സിമം ശ്രമിച്ചു. അദ്ദേഹം ആ വീടിൻ്റെ ഓണറോട് വളരെ ബെഗ് ചെയ്തു, സ്തോത്രം, ഞാൻ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. അദ്ദേഹം പറഞ്ഞു, നോ വേ, ഇത് എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ട വീടാണ്, നിങ്ങൾ എത്ര പൈസ തന്നാലും ഞാൻ തരത്തില്ല. പിന്നെ അദ്ദേഹം പോയി. കുറേ നാൾ കഴിഞ്ഞ് ഈ ബിസിനസ്സുകാരൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ലെറ്റ് മീ ഗിവ് യു ആൻ ഓഫർ, എനിക്ക് ഒത്തിരി നിങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ വീട്ടിൽ എനിക്കൊരു ആണി വെക്കാനുള്ള ഒരു സ്ഥലം, നിങ്ങൾ എത്ര എമൗണ്ട് വേണമെങ്കിലും പറഞ്ഞു, എനിക്കൊരു ആണി അവിടെ നിന്ന് തറച്ചാൽ മതി. അദ്ദേഹം വൈഫിനോടൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, ഒരാണിയുടെ കാര്യമല്ലേ, സാരമില്ല, ജസ്റ്റ് ലെറ്റ് മീ ഗിവ് യു എ സ്പേസ്. അപ്പോൾ അദ്ദേഹം ലിവിങ് റൂമിൽ വന്നു, നല്ലൊരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ലെറ്റ് മീ ഹാവ് ദിസ് സ്പേസ്. അദ്ദേഹം ഒരു ആണി എടുത്തു, അവിടെ അടിച്ചു, അദ്ദേഹം പോയി. അപ്പം കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു കോളിംഗ് ബെൽ അടിച്ചു. ഈ ആണി തൂക്കിയ ആൾ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചി കൊണ്ടുവന്നിട്ട്, അദ്ദേഹം വാങ്ങിച്ച സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ ആണിയാണ്. അദ്ദേഹം ആ ആണിയേൽ ആ സഞ്ചിയോടെ തൂക്കി. ആ സഞ്ചിക്കകത്ത് ഒരു ചത്ത എലിയായിരുന്നു. അപ്പം വീട് മുഴുവൻ നാറും, ഭയങ്കര നാറ്റമായി. അദ്ദേഹം ഈ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു രക്ഷയുമില്ല, നിങ്ങളുടെ ആണിയും പറിച്ച് നിങ്ങളുടെ സഞ്ചി എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾക്കിവിടെ താമസിക്കാം. അദ്ദേഹം പറഞ്ഞു, നോ 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 നോ, ഐ പെയ്ഡ് ഫോർ യു ആൻഡ് ഐ ഗാട്ട് ദാറ്റ് പ്ലേസ്, ദാറ്റ് ഈസ് മൈ നെയിൽ, ദാറ്റ് ഈസ് മൈ സ്പേസ്. അപ്പം ആ സ്പേസിൽ ആ സഞ്ചി അവിടെ തൂക്കപ്പെട്ടു. പിന്നെ അടുത്ത ആഴ്ചയിൽ അദ്ദേഹം വേറെ ചത്ത പൂച്ച, ചത്ത എലി, ചത്ത ഓരോരോ ആനിമൽസിനെ അവിടെ കൊണ്ടുവന്ന് തൂക്കാൻ തുടങ്ങി. ആ വീട് മുഴുവൻ നാറാൻ തുടങ്ങി. സ്തോത്രം. യാതൊരു തരത്തിലും രക്ഷയില്ലാതെ ഈ ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. സ്തോത്രം. അപ്പം ഇന്ന് പൽക്കാലം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്, there is no space, don't give for devil. Praise the Lord. ഹല്ലേലൂയ. എത്ര മനോഹരമായ വീടാണെങ്കിലും,
എത്ര ഹല്ലേലൂയ സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഭവമാണെങ്കിലും ഹല്ലേലൂയ ശത്രുവിന് നമ്മൾ ഇടം കൊടുത്താൽ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഒരു ആണിയല്ലേ, അല്ലെങ്കിൽ ഒരു വാക്കല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയ പാപമല്ലേ, അല്ലെങ്കിൽ ഒരു ചെറിയ നുണയല്ലേ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യമല്ലേ, ഹല്ലേലൂയ അത് സാരമില്ല, അതൊന്നും വിഷയമല്ല എന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പോൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയുന്നു ഹല്ലേലൂയ നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, ഹല്ലേലൂയ നമ്മുടെ ബലം, ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സമാധാനം കെടുത്തുവാൻ ശത്രുവായവൻ പല നിലയിലും നമ്മുടെ അടുത്ത് കടന്നു വരും. ഹല്ലേലൂയ ഡോണ്ട് ഗീവ് എനി സ്പേസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഫോർ ഡെവിൾ ഹല്ലേലൂയ ശത്രുവിന് കടക്കുവാൻ ഒരു ഹല്ലേലൂയ ഇഞ്ച് പോലും ഹല്ലേലൂയ സ്ഥലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കൊടുക്കരുത്. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് തലകളെ വണക്കി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഡു നോട്ട് ബി ആൻഷ്യസ് ഫോർ എനിത്തിങ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകലതും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ദൈവത്തിനടുത്ത് വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ശത്രു പരബലപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പൽക്കാലം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മറവിൽ കർത്താവ് ഞങ്ങളെ മറച്ച് ഞങ്ങളെ കർത്താവ് ജോത്സവമായി പരിപാലിച്ചല്ലോ. താങ്ക് യു സോ മച്ച് ലോർഡ് ഫോർ ബ്രിങ്ങിങ് അവർ Dennis in the midst of us. Lord, we are as a church together, we are praying for Teresa, Lord. Hallelujah. Let her hallelujah receive the visa as early as possible so that she can come and join with Dennis, oh Lord Jesus. Lord, we are praying for all the children in our church, each and every members in our church, whoever listen the word of God today, Lord, bless them all. Send thousands of angels surround them and protect them. Hallelujah. Whatever the desire of their heart, hallelujah, let it be fulfilled for your glory, Lord Jesus. Bless us all together. In Jesus' name we pray. Hallelujah.